ആ ഗിരിജമ്മയ്ക്ക് എന്നാ പരിപാടി? ശരി, പരിപാടി ഇപ്പൊ കണ്ടില്ലേ? എന്താ പരിപാടി? ചിക്കൻ വെക്കണോ ബീഫ് വെക്കണോ വല്ലതും അറിയണം. അവിടെ പോയിരിക്കല്ലേ വേണ്ടോ? അത് ക്രിസ്മസ് അല്ലേ? പിന്നെ അല്ലാതെ ക്രിസ്മസിനൊക്കെ ചെയ്യണ്ടേ? ചിക്കനും ബീഫും ഒക്കെ ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ്? അതന്നെ ഞാൻ ചെയ്യണ കണ്ടില്ലേ? ഒന്നിപ്പോ പറഞ്ഞ പോലെ ലൈറ്റ് അടിച്ചു നോക്കാൻ നിക്കുക. ആ ലൈറ്റ് അടിച്ചു നോക്കിയതല്ല. എന്തെങ്കിലും ഒരു ഉള്ളി തോല് കളയോ, ഇത്രയും ചിക്കനാണോ ഇന്നാളത്തേക്ക്? അതുപോലെ എന്തോരം വേണം, പിന്നെ എത്ര കഴിക്കാൻ പറ്റും? കുറച്ചൊക്കെ കഴിച്ചാൽ മതി. അങ്ങനെ വണ്ണം കൂടിയിട്ട് വയ്യ. പോർക്കൊന്നും ഇല്ലേ? പോർക്കല്ലത്, മൂരിയുള്ളത്. മൂരി പോർക്കും പിന്നെ ചെമ്മീനും ഒക്കെ വേണമായിരുന്നു. ഒലത്താനല്ല, തിന്നാനാണോ? ആ നമുക്ക് വാങ്ങേണ്ടി വരും, വരണുണ്ടാവില്ല. വാങ്ങിക്കൊണ്ട് വരാൻ മേലായിരുന്നോ? ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ കടയിൽ കയറിയുള്ള സമയം മുഴുവൻ പോയി മനുഷ്യന്റെ കടയിൽ കയറിയ പിന്നെ ചെന്ന ഉടനെ എല്ലാം എടുത്തു തരും. വേറെ ആൾക്കാരുടെ അവർക്കും കൊടുക്കണ്ടേ? അത് വേണം. പക്ഷെ എനിക്ക് അതിനുള്ള സമയം വേണ്ടേ? എല്ലാവർക്കുള്ള സമയം തന്നെ എനിക്കുള്ളൂ. രാവിലെ 6 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. അത്രയും സമയം തന്നെ എനിക്കുള്ളൂ. ഓ ഇല്ല പിന്നെ എന്നിട്ട് അവിടെ വന്നിരുന്ന് കൽപ്പിച്ചാൽ മതിയല്ലോ. ഇതായില്ലേ മറ്റേതായില്ലേ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട്. ആ ഇതന്നെ തലയും കുത്തി കിടക്കുന്ന എന്തിനാ? ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതാരെ ചെയ്യാതൊക്കെ? ആ ക്രിസ്മസ് അല്ലേ? ക്രിസ്മസ്. ആ പിന്നെ കാണാതെ പോയ സ്പൂണുകളൊക്കെ അതിലുണ്ടാവും. ഇരുന്ന് തപ്പിക്കോളാം. അത് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കണ്ടാ അറിയാം. അയ്യോ നല്ല വർക്ക് ചെയ്യുന്ന അതൊക്കെ. നല്ല വർക്ക് ചെയ്യണത്. ആ നോക്കി നോക്കോ, ഇതിൽ എന്ത് ആക്ക് സ്പൂൺ പറയണേ? എന്നാ വേറെ കൊണ്ടുണ്ടാവും. പിന്നെ ഞാനല്ലേ കൊണ്ടുപോയിക്കുന്ന ആള്. 3 തപ്പലൊക്കെ പണിക്ക് ഞാനിത് ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് പോണെന്നല്ലേ ഉള്ളൂ, വരണം ഇല്ലല്ലോ. ജോലി ചെയ്യാൻ പറ്റും. ഇതിനേറെ വേറെ ജോലി ചെയ്യാൻ ശരിയാവില്ല. പിന്നെ നിങ്ങൾ ഇച്ചിരി പോർക്ക് വാങ്ങാൻ മോശമായി പോയിട്ടോ. പോർക്കല്ല ഞാൻ ഇനി പറഞ്ഞത് ശരിയാവില്ല കേട്ടോ. പോർക്കിന്റെ കാര്യം ഉണ്ടരുത് ഇവിടെ. പോർക്ക് വിന്താലോ പോർക്ക് വിന്താലോ വെക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇല്ല. നിങ്ങൾ ഈ ക്രിസ്ത്യാനികളായിട്ടൊന്നും കേട്ടിട്ടില്ലേ? ഞങ്ങൾ ഹിന്ദുക്കളായിട്ട് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അത് തൃശ്ശൂർക്കാരുടെയാ, ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല. പോർക്ക് വിന്താല്. ഞങ്ങൾ കോട്ടയംകാർക്കൊന്നുമില്ല. നിങ്ങൾക്ക് കോട്ടയംകാർക്ക് എന്താ ഉള്ളത്? പാല് മൂടുള്ള ഒരാളുണ്ട്. ആ പാല് മൂടോ? ഓ പിന്നെ തൃശ്ശൂർക്കാർക്കല്ല ഉള്ളത്. ഓ തൃശ്ശൂർക്കാരി എന്നുള്ള അഹങ്കാരം. അയ്യോ തൃശ്ശൂർക്കാരുടെ പിന്നാലെ പോവാൻ പറ്റില്ല. വലിയ വർത്തമാനം പറയാൻ മാത്രം പറ്റില്ല ഈ കോട്ടയം കുഞ്ഞച്ചന്മാർക്ക്. അതിന്റെ കുക്കറി കിടന്ന് കൂകുന്നേ. ബീഫ് പെരട്ടുകയാണോ ഒലത്തുവാണോ? അത് എല്ലാം ചെയ്യും ഞാൻ. എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ പരട്ടിയിട്ട് വെക്കും. പ്രത്യേകിച്ച് പേരൊന്നും പുതിയതില്ലേ ബീഫിന്? ബീഫിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നേരത്തെ എന്തായിരുന്നു പറഞ്ഞ? പോർക്ക് വിന്താല്. ആ പോർക്ക് വിന്താല്. ഓ ഞാൻ ആദ്യമായിട്ട് കേട്ടു കേട്ടോ. ഇതുവരെ കേട്ടില്ലേ ഭാഷ? ഇതുവരെ പോർക്ക് വിന്താല്. അതുപോലെ വട്ടയപ്പം ഇറച്ചിയും തിന്നുന്നതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് ബീഫും കായിട്ട് വെച്ചിട്ട് വട്ടയപ്പം കൂടിയിട്ട് രാവിലെ അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. വട്ടയപ്പം മധുരം ഉള്ളത് കൂട്ടിട്ടോ? അത് നല്ല രസാ. കൂട്ടി നോക്കിണ്ടോ? കൂട്ടി നോക്കാൻ ആരെയും മാപ്പിളമാരിൽ പെടുത്തിയാണ്? ഞങ്ങള് കോട്ടയംകാരാ. നിങ്ങൾ ആരെയും മാപ്പിളമാരിൽ പെടുത്തിയാണെന്ന് ഞാൻ ചോദിക്കണം. കോട്ടയത്തെ അച്ചായം കഴിഞ്ഞേ ഉള്ളൂ തൃശ്ശൂരത്തെ അച്ചായം. കോട്ടയം കുഞ്ഞച്ചൻ ഈ സാധനം കൊണ്ട് വേറെ ഒന്നും അറിയില്ല. അത് അല്ല നിങ്ങളുടെ ഇത് ക്രിസ്മസിന്റെ പരിപാടികളൊക്കെ ജനങ്ങളൊന്നും അറിയണ്ടേ? അവരൊക്കെ ഇങ്ങനെ വെറുതെ ഫോൺ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലൈവിൽ വന്ന് എന്തൊക്കെയോ വട്ട് കാണിക്കുന്നതൊക്കെ അവരൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ വട്ട് കാണിക്കേ? പിന്നെ നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. ഞാൻ മറ്റുള്ളവരെ പോലെ വട്ട് പരിപാടി ഞാൻ കളിക്കാറില്ലേ. ഓ മറ്റുള്ളവരുടെ വരെയെന്ന് പറഞ്ഞത് എന്നെയാണോ ഉദ്ദേശിച്ചത്? കൊള്ളാലോടി ചരക്കെ. പടി കേറില്ല ഞങ്ങള്. കേരള. ശരി. അപ്പൊ ഇവിടെ ഉച്ചക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കണല്ലോ. അത്യാവശ്യത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് ഉണ്ടാക്കുക കഴിക്കുക. നിങ്ങൾ വരികയല്ലേ? ഞാൻ വരിക. കൊള്ളാലോടി തങ്കമ്മ. എനിക്കുണ്ടേ. നിങ്ങൾ അത്ര ആഘോഷിച്ചാ മതി.
അതെ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഈ എന്താ പറയാ ക്രിസ്മസ് ഞങ്ങൾക്കും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓണം എല്ലാവരും ആഘോഷിക്കുന്ന പോലെ ക്രിസ്ത്യാനികൾ തന്നെയല്ല ആഘോഷിക്കുക, ഹിന്ദുക്കളും ആഘോഷിക്കും. അപ്പൊ നാളെ എനിക്ക് എന്തായാലും വീട്ടില് ബിരിയാണിയും സാധനങ്ങളൊക്കെ വെക്കണം. അപ്പൊ ഇങ്ങോട്ട് വരാനൊന്നും സമയം ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ നാളെ ലീവ് ഞാൻ ലീവ് ലെറ്ററൊക്കെ എഴുതി തരാം. അത് നാളെ ഞാൻ വരുമോ? ഇവിടെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് നിങ്ങളുടെ ലൈവ്. എന്നെയോ? നിങ്ങളെ നോക്കിക്കൊണ്ട് ജമാൽ പല്ലാരിമംഗലം ഹലോ എന്ന് വിളിച്ചിട്ടുണ്ട്. ഹലോ. പിന്നെ ആരൊക്കെ വന്നു പോയല്ലോ. എന്തിനാ ആ പാവം ഇങ്ങനെ കിടന്ന് പണിയെടുക്കുന്നതെന്ന് ജമാല് എന്റെ കുട്ടി പറഞ്ഞ കേട്ടോ. എന്തോ ആ കുട്ടിക്ക് അത്ര വിഷമായി ഞാൻ ഇങ്ങനെ പണിയെടുക്കണ സന്തോഷായത് ഇപ്പഴാട്ടോ ചിരി നോക്ക്. സന്തോഷായി ജമാലെ. എന്റെ കുട്ടി എന്റെ സൈഡിൽ നിന്ന് കണ്ടോ. ജമാലെ ഈ ടീച്ചറെ പറഞ്ഞ പോലെ ഒന്നും അല്ലാട്ടാ, പണിയിപ്പിച്ച് കൊല്ലാണ് തന്നെ. അതെ, കൊല്ലുന്ന വർത്താനം പറഞ്ഞിട്ട് അവിടെ നിക്കുക. എന്നിട്ടാ പറഞ്ഞത് കൊല്ലുക. ഞാനിപ്പോ കണ്ടില്ലേ, ഓരോന്ന് ചെയ്യുന്ന കണ്ടില്ലേ. ചെയ്യുന്നതിന് മാത്രം എന്നെ കുറ്റം പറയുന്നുണ്ട്. കുറ്റം പറയുന്നിടത്ത് പറയണ്ടേ? കുറച്ച് പറഞ്ഞാ മതി. മണി 10 മണി 3 പോണത്. മണി 3 ആവും. 3 ആവില്ലേ? കുറച്ച് കഴിയുമ്പോ ആവും. കുറച്ച് കഴിയുമ്പോഴാ ഇതൊക്കെ ഞാൻ എപ്പോഴാ കഴിയാന്ന് പോലെ പിടിയില്ല. അതെപ്പോഴാ കഴിയാ? അയ്യോ ആരൊക്കെയോ വന്നായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളുടെ വഴക്കിന്റെ ഇടയിൽ മറന്നുപോയി. അവരുടെയൊക്കെ പേരെഴുതി കാണിക്കുന്നില്ല. നോക്കി ആര് നമ്മുടെ ആ സ്ഥിരം വരുന്ന ആളില്ലേ, വയ്യാതെ കുറച്ച് നടുവിന് എന്ത് പ്രശ്നമൊക്കെയാണ്. ഗിരീഷ് വന്നായിരുന്നു. ഗിരീഷ് പോയെന്നറിയില്ല, നെറ്റിന്റെ ഇഷ്യൂ ആണോന്ന് അറിയത്തില്ല. അതിലുണ്ടാവും ആ പോയ സ്പൂണൊക്കെ ആ മറ്റേല്. എനിക്ക് മറ്റതും മറിച്ചതും തപ്പാനുള്ള സമയം തന്നെയുള്ള കാര്യം ഞാൻ പറയാലോ. അതൊക്കെ ഇന്ന് തപ്പിക്കോളുക, മനസ്സിലായിട്ടോ? എനിക്കത് തപ്പാനല്ല പണി. വേണ്ട പണി വേറെ ഉണ്ട്. വേണ്ട പണി നിങ്ങക്ക് എന്നും വേണ്ട പണിയാണ്. പിന്നെ എനിക്ക് അല്ലാണ്ട് പിന്നെ ആരെക്കൂടെ പണി പണി ചെയ്യണം. ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ചോറിന്റെ തുമ്പോ ഒരു കടലാസ് കഷ്ണം എന്തെങ്കിലും അത് അവിടെ ഇട്ടു എന്നല്ലാതെ അതാ വേസ്റ്റില് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടോ? ഇല്ല. ഞാൻ വരാൻ കാത്തിട്ടുള്ളത് ബിജു ആലീസെ എന്റെ ഫ്രണ്ട് ആണ് കേട്ടോ, ആണിട്ടോ ഗിരിജ. ആ പെണ്ണിനെ ഒന്നും പറയല്ലേ. സന്തോഷം കൊണ്ടല്ല ചിരി നോക്ക്. നിങ്ങള് സപ്പോർട്ട് കിട്ടുമ്പോഴേക്ക് കുറച്ച് മുന്നേ പറഞ്ഞു ഫ്രണ്ട്സിനെ ഒന്നും വിളിച്ചില്ലെന്ന്. അത് ആളുകളൊക്കെ നിങ്ങക്ക് സമയമില്ലായിരുന്നല്ലോ, അതുകൊണ്ട് എല്ലാരും ഒന്ന് കണ്ടോട്ടെന്ന് വെച്ചാൽ ഞാൻ ലൈവ് എടുക്കാന്ന് വിചാരിച്ചു. ജമാലിന് നിങ്ങളോട് സിമ്പതി, സഹതായ സ്നേഹം. ബിജുവിനും അതെ. എന്താണ് ഇത് നിങ്ങളുടെ ക്യാമറയിൽ വരുന്ന സ്വഭാവമല്ല ഇതിന്റെ. ഇതിന് പല സ്വഭാവങ്ങളുണ്ട്. ഇങ്ങോട്ട് കാണിച്ച അങ്ങോട്ടും പല സ്വഭാവമൊക്കെ കാണിക്കും ഞാൻ. മനസ്സിലായോ? ഇങ്ങോട്ട് എന്താ കാണിക്കാൻ അതേപോലെ അങ്ങോട്ട് പെരുമാറും. പാത്രം കഴുകി മടുത്തു ഞാന്. ഇതേ കൂർക്കായിരിക്കുന്നു. അതൊന്നും ഈ നിക്കുന്ന ഇത് കൊണ്ട് നടക്കുന്ന നേരം ആ കൂർക്കൊന്ന് ശരിയാക്കിയൊന്നും ഞാനത് അടപ്പത്തേക്കില്ലേ. അത് അങ്ങനെ ആക്കിയ മാത്രം പോരാ, ഇനിയും കുറെ പണി ഉണ്ടായില്ലേ. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടയിലൊക്കെ ഇങ്ങനെ ഇടാത്ത സാധനമൊക്കെ കളയണം. കൊമ്പും കോലും കോച്ചൊക്കെ മീശ കണ്ടില്ലേ, കൂർക്കട മീശ കളയണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കല്ല് വാരിയിട്ട് വെക്കരുത് കേട്ടോ. ഞാൻ വാരിട്ടതല്ല, കൂർക്കലുണ്ടായിരുന്ന കല്ല. പിന്നെ അത് ഒന്ന് അരിഞ്ഞ് ചെറുതാക്കണം. വലിയതൊക്കെ ഇതൊക്കെ പണിയാണ്, മനസ്സിലായോ? അതൊരു വക വേറെ. അപ്പൊ മരുന്ന് കുടിച്ചില്ലേ ഇന്ന്? മരുന്ന് കഴിച്ചിട്ടില്ല. കണ്ടോ കാലത്ത് കഴിക്കണ മരുന്ന്. ഇതാണ് പറയണത്. ഇന്നിപ്പോ ക്രിസ്മസ് തലവസായ ഒക്കെ മറന്നുപോയി. നിങ്ങൾക്ക് പണിയല്ലേ എന്ന് വിചാരിച്ചു ഒക്കെ മറന്നുപോയി. മരുന്ന് കഴിക്കാത്തതിന്റെ കാണുന്ന കേട്ടോ. ക്രിസ്മസ് ആയിട്ട് എന്നെ കണ്ണു പൊട്ടണ ചീത്ത. അതൊക്കെ ഞാൻ പറയും. കാരണം വെച്ച് കഴിഞ്ഞാലേ ഞാൻ പറയണ പോലെ പണികൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാതായിരുന്നു. ഞാൻ അത്രയായിട്ട് പറയും. എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല, ഒരാളും എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ ജമാലിന്റെ കൂട്ടുകാരിയാണോ ബിജുവിന്റെ കൂട്ടുകാരി? എല്ലാവരും കൂട്ടുകാരിയാ. അവരൊക്കെ എന്റെ കുട്ടികളാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് അവരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എന്താ ഈ സ്ത്രീയുടെ പണിയെന്നറിയോ? രാവിലെ ഇങ്ങോട്ട് വരും, ഒരു 5 മിനിറ്റ് അടുക്കളയിൽ നിന്നിട്ട് അങ്ങോട്ട് കാല് കയറ്റി ഇരുന്നിട്ട്
ഓരോ നമ്പർ എടുത്ത് വിളിയോട് വിളിയാ. ആരും ഫോൺ എടുക്കല, എല്ലാവർക്കും ഭയങ്കര തിരക്കല്ലേ. ആരും ഫോൺ എടുക്കല. ബ്രേക്ക്ഫാസ്റ്റ് ആയോ, എന്താ പരിപാടിയോ, ഇടയ്ക്ക് പോകാണ്ടോ, യാത്രയുണ്ടോ, എന്താ തിരക്ക്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ തന്നെ അവർക്ക് ഒരു മനസ്സിലേക്ക് ഭാര്യ ഭർത്താവ് കൂടെ ഒന്നിച്ച് പതിപ്പിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് കയറി വിളിച്ചാലൊക്കെ നല്ല രസം. അതല്ല ആ സമയം കഴിഞ്ഞിട്ടല്ലേ, ആ സമയത്ത് ഞാൻ വിളിക്കില്ല. ബിജു ഇനി ചോദിക്കണ കേട്ടോ, പെരുന്നാളായിട്ട് എന്നെ ക്ഷണിക്കുന്നില്ലേ കേട്ടോ? കേക്ക് നമുക്ക് പിന്നെ എന്താ പറയാ, പൂരപ്പറമ്പില്ലേ, അവിടേക്ക് ഒരു കേക്കും കൊണ്ട് പോവാം. വരുന്ന ഫ്രണ്ട്സിലെല്ലാവർക്കും കൂടെ മുറിച്ച് കഴിച്ച് പിരിയാം. ദിവസം തീരുമാനിച്ചില്ല. നാളെ ഇപ്പോൾ ഒഴിവില്ല. നാളെ നല്ല ദിവസമായിരുന്നു അല്ലേ? ആരൊക്കെ വരും പറ, മെസ്സേജ് ഇട്ടാൽ മതി. വരുമെന്ന് ഉറപ്പുള്ളവര്, പറ്റിക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ പണികളോട് കൂർക്ക നന്നായിട്ട് നമുക്ക് കാര്യമില്ല. കണ്ടോ, ആ കൂർക്ക അവിടെ ഇരുന്ന കേട്ടോ, ഞാൻ ലൈവ് പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ കൂർക്ക മുന്നോട്ട് വെച്ച്. ഞാൻ പറയട്ടെ, ഇതിപ്പോ ഞാൻ അവിടെ തന്നെ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ എടുത്തേക്കട്ടെ? വേണ്ട, വേണ്ടല്ലോ, കറി വെക്കണം, ചെയ്യണം, മനസ്സിലായോ? അപ്പൊ ഇതിങ്ങനെ ചെയ്താലേ അത് കറി വരുള്ളൂ. കറി ആക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ നിസ്സാര പണിയല്ലേ? ചുമ്മാ ആ നോട്ടത്തില് ദഹിച്ചു പോവാ. നിസ്സാര പണിയാലും ചെയ്താലേ കഴിയുള്ളൂ, അറിയോ? അല്ലെങ്കിൽ അവിടെ ഇരിക്കും. കൈ നിറയെ സ്വർണ്ണവള കേട്ടോ. ആ, സ്വർണ്ണവള കുറച്ച് ദിവസം ഇട്ട് കഴിയുമ്പോൾ അതിന്റെ തനി സ്വഭാവം പുറത്തു വരുള്ളൂ. തലമുടിയൊക്കെ കെട്ടി വെച്ചേക്കുന്ന നോക്ക്. പണിയെടുക്കുക, ഞാനും ഇവിടെ ഇപ്പൊ ഇതിന്റെ മുമ്പിൽ നിൽക്കുകയല്ല, പണിയെടുക്കുക. ഇങ്ങനെയൊക്കെ നിൽക്കാനേ പറ്റുള്ളൂ. എന്നാലും ഇവിടെ ഷൂട്ടിങ്ങില് തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളല്ലേ? ആ, നല്ലതല്ല അത്. എനിക്കൊരു വെയിറ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഡിമ്മായി ഞാൻ എന്നെ നോക്കുക, പിന്നെ നോക്കിയിട്ട് ഒരാളും. ഒന്ന് ഇവരെ നോക്കി ഒരു ഹാപ്പി ക്രിസ്മസ് പറയാമോ? ഹാപ്പി ക്രിസ്മസ്. ആരൊക്കെ വന്നേക്കണപ്പോ? വന്നവര് പേര് വരുന്നത് എനിക്ക് അറിയത്തില്ല, പക്ഷെ വേറെ ആൾക്കാരും ഉണ്ട്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നാളെ ഇപ്പൊ എന്തായാലും ക്രിസ്മസ് ഊണ് കഴിക്കാൻ വരണട്ടോ, എല്ലാവരും വന്നോളൂ കേട്ടോ. ഗിരിജയുടെ വീട്ടിലോട്ട്. ഞങ്ങള് വരാനുള്ള വഴിയൊക്കെ ഞങ്ങള് ഇടാം. അപ്പൊ ആ മാപ്പ് നോക്കി വരിക, എല്ലാവരും വന്നിട്ട് ഊണൊക്കെ കഴിഞ്ഞിട്ട് പോവാം, സന്തോഷിക്കാം. പിന്നെ നമുക്കിവിടെ വന്നിട്ട് ഒരു അടിച്ചുപൊളി ഒരു ഗാനമേളയോ പാട്ടോ എന്തൊക്കെ ചെയ്ത് നമുക്ക് പിരിയാലോ. പിന്നെ ബീഫൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ, ഇത്രേ ഉള്ളൂ. കൂർക്ക ഇത്രേ ഉണ്ടാവും. 1 കിലോ ബീഫ്, ഒരു 1/2 കിലോ കോഴി. കുറേശ്ശേ കഴിക്കുള്ളൂ, അത്രേ ഉള്ളൂ. അധികം കഴിക്കുന്നല്ലോ. അപ്പൊ അധികം കഴിക്കാൻ ഡയറ്റിംഗ് അല്ലേ, കുറേശ്ശേക്ക് കഴിക്കും. പേരിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ നമുക്ക്? ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ശരിക്കും മട്ടയപ്പം ബീഫൊക്കെ തന്നെയാണ് ക്രിസ്മസിനൊക്കെ ഉണ്ടാവുക. വട്ടയപ്പം ബീഫാണ് മെയിൻ ആയിട്ട്. പറഞ്ഞു പറഞ്ഞാൽ വട്ടയപ്പം തിന്നാനുള്ള ആഗ്രഹം എന്നെ ജനിപ്പിച്ചു. പോരെ, എനിക്ക് ദഹിപ്പിച്ച അതിപ്പോ കഴിക്കും ഞാൻ. ഞാൻ ഓർമ്മ വെച്ച് വാങ്ങിച്ചതാ, അല്ലെങ്കിൽ വാങ്ങിക്കേ ഇല്ലായിരുന്നു. അത് ശരിയാ.